അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ ജോയിന്റ് സെക്രട്ടറി എതിരാളികളില്ലാതെ ജയിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അമ്മ സംഘടനയിലെ ഓരോ മെമ്പേഴ്സിനും എന്നോടുള്ള സ്നേഹമാണ് ഞാൻ അതിലൂടെ കാണുന്നത്. ഇനിയിപ്പോ എന്തായാലും നേരത്തെ പല ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. ആരോപണങ്ങളിൽ നിന്നൊക്കെ മാറി ഇനി ഒരു വിവാദങ്ങളില്ലാത്തൊരു കാലമായിരിക്കും എന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നുണ്ടോ? വിവാദങ്ങൾ, ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉറപ്പായിട്ടും ഇനിയും ഉണ്ടാവും. കാരണം നമ്മൾ ഈ ലോകത്ത് എപ്പോഴും പ്രശ്നങ്ങളില്ലേ, ഓരോ വീടുകളിലും പ്രശ്നങ്ങളില്ലേ, ഓരോ വ്യക്തികൾക്കും പ്രശ്നങ്ങളില്ലേ, ഉറപ്പായിട്ടും സംഘടനകളിലും പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ ഒരു സംഘടനയുള്ളത്. അപ്പൊ ആ സംഘടന അതിന് നേർവഴിക്ക് സത്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ആ സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കണം. ഈ 17 എക്സിക്യൂട്ടീവിൽ 8 പേരും വനിതകളാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയധികം വനിതകൾക്കൊരു പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. അതിലൊരു സന്തോഷം മുഖത്തുണ്ടോ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര് മത്സരിക്കാൻ വരുന്നത് തന്നെ. പെണ്ണുങ്ങളെന്ന് മാത്രമല്ല കേട്ടോ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇത്രയും പേര് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്, അതായത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ട് 11 പേരുണ്ട്. അതിൽ 4 സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ സീറ്റിൽ 5 പേര് മത്സരിച്ചു. അതിൽ 4 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.